ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ ആയിട്ട് വന്നിട്ടുണ്ട്. ചസ്മ വെച്ചത്, കണ്ണാടി വെച്ചത് ഭയങ്കര തലവേദന, അതുകൊണ്ട് കണ്ണാടി വെച്ചതാ. ഇന്ന് ഞാനൊരു ബ്ലോഗാണ് ഇടാൻ പോകുന്നത്. ഈ ബ്ലോഗ് ഞാൻ 1 മാസത്തിന് മുമ്പോട്ട് എടുത്തു വെച്ച ബ്ലോഗാ. എനിക്കത് ഇടാൻ പറ്റിയില്ല. മക്കള് സ്കൂളിൽ പോകുന്ന സമയത്തുള്ള, ഇനിയിപ്പം 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ സ്കൂള് വെക്കേഷൻ ആവും. ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത്. ഈ ബ്ലോഗൊക്കെ ഇടുമ്പോൾ നമ്മള് മൊത്തം എടുത്തിട്ട് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 40-45 മിനിറ്റ് എന്റെയൊക്കെ വീഡിയോ ആയിരിക്കും. പിന്നെ അത് കട്ടിങ് എല്ലാം വേണ്ടുന്നത് മാത്രം എടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒത്തിരി സമയം എടുക്കും. നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുന്നത് പോലല്ല ബ്ലോഗ് ഇടുന്നത്. അത് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നു, ഞാൻ ഈ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഈ തോരനൊക്കെ ഇത്രയും എന്തിനാ വെക്കുന്നത്, 2 ദിവസത്തേക്കിനാണോ? ഞാൻ 2 ദിവസത്തേക്കിന് വെക്കുന്നത് സാറ്റർഡേ സൺഡേ വെക്കും. അല്ലാതെ വെക്കുന്നത് ഈ തോരനൊക്കെ ഞങ്ങൾ 4 പേരുണ്ട്. 4 പേർക്കുള്ളത് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നില്ല. കാരണം വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഈ തോരനായിരിക്കും ചിലപ്പോൾ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത്. ചില സമയത്തെങ്ങാണേ നമ്മൾ മുട്ടയോ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെ ഉണ്ടാക്കുന്ന നേരം ഇത്രയും പേർക്ക് അത്രയും വേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കറക്റ്റ് ഉള്ളവർക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്, ഒരു ഇച്ചിരി കൂടെ കൂടുതൽ ഉണ്ടാക്കും. കാരണം എപ്പോഴും ആരെങ്കിലും ഒരാൾ വീട്ടിൽ കയറി വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അത് ഉച്ച സമയങ്ങളാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ പിന്നെ അതൊരു പ്രോബ്ലം ആവല്ലേ. പിന്നെ ഡാഡി ഇവിടെ അടുത്താ താമസിക്കുന്ന ചിലപ്പോൾ ഡാഡി വരുമായിരിക്കും. അങ്ങനെയുള്ള ഇതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വെക്കും. അല്ലാതെ ഒന്നും ഒരു 2 ദിവസത്തേക്കൊന്നും വെക്കത്തില്ല. പിന്നെ അഥവാ ഇച്ചിരി കൂടുതൽ വന്നാൽ പിറ്റേ ദിവസത്തേക്കിന് വെക്കും. ഓരോരുത്തരുടെയും ഡൗട്ട് ക്ലിയർ ആക്കണം. അതെനിക്ക് കമന്റ് കൂടെ എഴുതുമ്പോൾ ഇത്ര എഴുതാൻ പ്രയാസമല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, അതിനുശേഷം കമന്റ് ഒക്കെ ഇടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഏത് സമയമാണെങ്കിലും അത് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഒത്തിരി പേര് കമന്റ് കൂടെ പറയുന്നുണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെന്ന്. പലരുടെയും കംപ്ലൈന്റ് ആയിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് ബ്ലോഗിലോട്ട് പോകാം. ഇപ്പോൾ സമയം 5:30. പോൾമോനെ രാവിലെ സ്കൂളിൽ വിടാനായിട്ട് അവന് ടിഫിന് ഞാൻ കൊടുത്തു വിടുന്നത് ഇന്ന് സാൻഡ്വിച്ചാണ്. ഞാനത് വീറ്റ് ബ്രെഡാണ് എടുത്തത്. അതിൻ്റെ ബ്രെഡിൻ്റെ 2 സൈഡിലും കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് തേച്ചതിന് ശേഷം കുറച്ച് സവാള, കുറച്ച് ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് വെച്ചതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ചീസ് വേണ്ടിയൊക്കെ ചീസ് ചേർക്കാം. ഞാനിതിൽ കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. ഈ ബ്രെഡ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ തവയ്ക്കകത്ത് വെച്ച്. അതിനുശേഷം ഞാൻ പിന്നെ അത് ഓവനിൻ്റെ അകത്ത് വെച്ച് ഒന്ന് ചൂടാക്കും. കാരണം അപ്പോഴത്തേക്കിനാ നമ്മുടെ ചീസെല്ലാം നന്നായി മെൽറ്റായി കിട്ടും. അല്ലാതെ വേണ്ടിയവർക്ക് തവയ്ക്കകത്ത് വെച്ചും ചെയ്യാം, 2 സൈഡും വെച്ച് മൊരിച്ച് എടുക്കുകയും ചെയ്യാം. അന്നേരം ഒത്തിരി ചിലപ്പം ഒത്തിരി സമയവും എടുക്കും. ഇതാകുമ്പോൾ 2 സൈഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒന്ന് അത് മൊരിഞ്ഞിരിക്കും, ഒന്ന് കളറൊന്ന് മാറും. എന്നിട്ട് ഓവൻ്റെ അകത്ത് വെക്കുമ്പോഴത്തേന് ചീസും മെൽറ്റാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റേ സൈഡ് നമ്മൾ വെക്കുമ്പം കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ 3 പീസ് ഉണ്ടാക്കുന്നുണ്ട്. 2 എണ്ണം അവന് കൊണ്ടുപോകാനും 1 എണ്ണം കഴിക്കാനും. ഇതിപ്പോൾ ഞാൻ ഓവൻ്റെ അകത്തോട്ട് വെച്ച് ഒരു 1 മിനിറ്റ് ഞാനൊന്ന് ഓവനൊന്ന് ഓൺ ആക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാസറോൾ പാത്രത്തിൽ ഞാൻ ഇട്ട് കൊടുക്കും. അന്നേരം നല്ല ചൂടായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ അവൻ ഞാൻ കഴിക്കാനൂടെ കൊടുത്ത്. ചില ദിവസം ഇങ്ങനെ സാൻഡ്വിച്ച് അവന് ഇഷ്ടം അങ്ങനെ ഉള്ളപ്പം രാവിലെ കഴിക്കും. പിന്നെ ഇഡലി അങ്ങനെ വന്നത് ബൈ ചാൻസിൽ കഴിപ്പുള്ളൂ. ചിലപ്പം അങ്ങനെ കുടിക്കാനും അവന് പ്രയാസം. കൊടുക്കുന്നത് 1/2 ഗ്ലാസ് അങ്ങനെ കുടിക്കത്തുള്ളവൻ. അതൊട്ടും ഇഷ്ടമല്ല അവന് രാവിലെ.
ഇപ്പം സമയം 10:30 കഴിഞ്ഞു. ഞാൻ പ്രീസമ്മോനെ വിട്ടിട്ട് പാല് വാങ്ങിച്ചിട്ട് വന്നയാ. പോൾമോനെ വിട്ട് കഴിഞ്ഞ് വെള്ളം വന്നു, അതൊക്കെ പിടിച്ചു. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പ്രീസമ്മോനെ വിട്ടു. ഇപ്പം എല്ലാവരും പോയി, ഹസ്ബൻഡും പോയി ജോലിക്ക്. ഇനി എനിക്ക് കുക്കിംഗ് ഉണ്ട്, ഞാൻ ഉച്ചക്കത്തെ ചെയ്യണം. ഇനി ഈ കിച്ചണെല്ലാം ഒന്ന് തൂത്ത് തുടച്ചെടുക്കണം. എല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞ് എല്ലാം പൊടിയുമായിട്ടൊക്കെ കിടക്കുക. ഞങ്ങൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമുക്ക് ഈ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഈ 8 മണിക്ക് വരുന്ന സമയത്ത് അതൊക്കെ പാത്രങ്ങളിൽ നമുക്ക് നിറച്ച് വെക്കണം, ഈ കുക്കിങ്ങിനുള്ളതും എല്ലാം. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ കുറച്ച് പാത്രങ്ങളുണ്ട്. ഇന്ന് പിന്നെ സാൻഡ്വിച്ച്, അതുകൊണ്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് ആയിരുന്നു. അതുകൊണ്ട് പാത്രങ്ങൾ അധികം ഇല്ല. രാവിലത്തെ ഇനിയും പാത്രങ്ങൾ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വീട്ടിൽ ഉള്ളവർക്ക് അറിയാമല്ലോ എത്രമാത്രം പാത്രങ്ങൾ വരുമെന്നുള്ളത്. ഇതെല്ലാം തുടച്ചിട്ട് ഞാനൊരു ഇച്ചിരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലിക്വിഡുണ്ട്, അത് ഇച്ചിരി ഇട്ട് തുടച്ച് എടുത്തതാ. ഇങ്ങനെ 8 മണി ഇങ്ങനെ വെള്ളം വരുന്നത് കൊണ്ട് നമുക്ക് തുണി കഴുകുന്നതിനും നമുക്ക് പ്രയാസമാണ്. ഇതിപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത്, ഇതിപ്പോൾ രാവിലത്തെയാ കഴിഞ്ഞാൽ ചെയ്യാം എല്ലാവരുടെയും. കൂട്ടാൻ വെക്കുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടി. എനിക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയായിരുന്നു. ആ ചക്കക്കുരു ഞാൻ ഈ തോരൻ അരിയുന്നത് പോലെ ഏറ്റവും കട്ടി കുറച്ചല്ല, ഇത്രയും കനത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അതിലോട്ടൊരു സവാള ഞാൻ നെടുക കീറിയിട്ട്, നീളത്തിലല്ല, അതും ഇങ്ങനെ നടുക കീറിയ അരിഞ്ഞിട്ടേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകും, ആവശ്യത്തിനുള്ള ഉപ്പും, വെള്ളം ഒഴിച്ച്, പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഞാനിവിടെ 3 വറ്റൽമുളക് ഒന്ന് ചതച്ചിട്ടതാണ്. വറ്റൽമുളക് ഇല്ല എങ്കിൽ അതിൽ 1/2 ടീസ്പൂണോ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഇതിനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തുള്ള മഞ്ഞളും കുരുമുളകൊക്കെ ഇട്ടിട്ട്, ഈ കുരുമുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് കുരുമുളക് ഞാൻ ചേർക്കാൻ പറഞ്ഞത്. ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, ഒന്ന് ഇളക്കി കൊടുക്കണം. വേവുന്ന അനുസരിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, അത് നിലക്കെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്തിട്ട് തേങ്ങാക്കൊത്ത് വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ വേണേൽ തേങ്ങാക്കൊത്തും ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. പക്ഷെ ഞാൻ എടുത്തിട്ട് അങ്ങനെ വെന്തിട്ടില്ല. കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. ഇപ്പം ഞാൻ ഈ പാത്രത്തിലാണ് ഞാൻ ഇത് വീണ്ടും എണ്ണ ഒഴിച്ച് നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്നത്. നിങ്ങൾക്ക് വേറെ പാത്രത്തിലാണെങ്കിൽ ആ പാത്രത്തിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ചക്കക്കുരു അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചക്കക്കുരു ഇതിലിടുക. ഇപ്പം നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. ഇതിലോട്ട് ഞാനൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ വെന്ത ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ചിലർക്കങ്ങ് നന്നായി മുരിഞ്ഞ് വേണം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മുരിച്ചെടുക്കാം. ഇങ്ങനെ ചെറു തീയിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അങ്ങ് മുരിഞ്ഞ് വന്നോളും. എനിക്ക് പക്ഷേ ഈ രീതിയിൽ മതി. ഇതിപ്പം ഞാൻ ഈ പരുവത്തി തീ ഓഫാക്കുക. ഇപ്പം ഞാൻ ഇനിയും മീൻ തോരൻ വെക്കുന്നു. അതിനായിട്ട് കുറച്ച് അയല എടുത്തിട്ടുണ്ട്.
അതെനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ സാധാരണ അയലയുടെ തൊലി ഒന്നും കളയാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ചിലർ കമൻ്റ് ഇട്ട് ചോദിച്ച് അയലയുടെ തൊലി കളയത്തില്ലയോ എന്ന്. ഞാനങ്ങനെ തൊലി കളയാൻ പോയതാ. അന്നേരം തൊലി ഇരിഞ്ഞ ഉടനെ ആ മാംസം എല്ലാം കൂടി ഇരിഞ്ഞ് ആ പരുവായി. അതിനായിട്ട് ഞാനിവിടെ 2 കറിവേപ്പില, ഇത്ര ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം, 1.5 മുറി സവാള എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരു സവാള മൊത്തത്തിൽ ഞാൻ മീൻ്റെ അകത്ത് അരിഞ്ഞും ചേർക്കും, 1/2 മുറി അരപ്പിനും ചേർക്കും. അതുപോലെ പച്ചമുളകും 2 എണ്ണം ഞാൻ അരിഞ്ഞ് ചേർക്കും, 2 എണ്ണം അരപ്പിൻ്റെ അകത്ത് ചേർക്കും. പിന്നെ ഒരു 3 കുടം പുളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും മീൻ്റെ അകത്തോട്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് ചേർക്കുക, ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണേ. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും ഇതുപോലെ കൊത്തി അരിയണം, ചെറുതായിട്ട് കൊത്തി അരിയണം. 2 പച്ചമുളകും ഞാൻ ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് ചേർക്കുക. ആ പുളിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അരപ്പിനായിട്ട് ഈ സവാള നമുക്ക് മിക്സിയുടെ ജാറിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ആ ബാക്കിയുള്ള 2 പച്ചമുളകും ആ വെളുത്തുള്ളിയും, തേങ്ങയൊക്കെ നിങ്ങളുടെ പീര എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് തേങ്ങ ചേർക്കാം. ഞാനിവിടെ എൻ്റെ കൈക്ക് ഒരു 3 പിടി തേങ്ങ ചേർക്കുന്നുണ്ട്. എത്രയും തേങ്ങ ഈ മീൻ പീരയ്ക്കൊക്കെ ചേർക്കാമോ അത്രയും നല്ലതാണ്. ഇവിടെ പോൾമോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച്, ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം, അതല്ല എങ്കിൽ അല്ലാതെ മീനിൻ്റെ അകത്ത് ചട്ടിക്കകത്തും ചേർക്കാം. ഞാനിപ്പോൾ ഈ അരപ്പിൻ്റെ അകത്ത് തന്നെ ആ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് അരേണ്ട, ഒരു 3/4 ചതഞ്ഞാൽ മതി. അതിപ്പം മീനിൻ്റെ അകത്തോട്ട് ചേർത്ത് അധികം വെള്ളമാക്കല്ല, മിക്സി ഒന്ന് കഴുകി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. നന്നായി ഇതിനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യണേ. ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നീ സ്പൂണിൻ്റെ ആ മൂടുവശം കൊണ്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇത് ഇവിടെ കൊണ്ട് ചെയ്യാം, പിന്നെ നമുക്ക് മൂടുവശം കൊണ്ട് ചെയ്താൽ മതി. ഇതിപ്പം മീൻ തിളച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി. തീ കുറഞ്ഞ തീയിലേ ഇടാവൂ. ഇനി ഞാൻ സ്പൂണിൻ്റെ മൂടുവശം കൊണ്ടാണ് ഇളക്കിയത്, കാരണം അല്ലെങ്കിൽ മീൻ വേവത്തില്ല. കുറഞ്ഞ തീയിൽ വേവിച്ചാൽ മതി. ഇതിപ്പം മീൻ വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ മീൻ തോരൻ കഴിച്ചാൽ കൂട്ടാത്തതുകൊണ്ട് കാബേജ് തോരനൂടെ വെക്കുക. അതിനകത്ത് ഞാൻ എന്നും കാണിക്കുന്നില്ല കാബേജ് തോരൻ, ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. അതിനകത്ത് ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ്. ഇതിപ്പോൾ ഇത്രയും കാബേജ് തോരൻ ഞാൻ കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല, ഒരിച്ചിരി കൂടുതലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ചിലപ്പം ചിലർ ചോദിക്കും ഇത്രയും എന്തിനാ തോരൻ എന്നുള്ളത്. കാബേജൊക്കെ അങ്ങ് അവിഞ്ഞു പോകും. ഞാനിതിപ്പോൾ തേങ്ങയും മഞ്ഞളും കറിവേപ്പിലയും എല്ലാം ഇതിൻ്റെ അകത്ത് നന്നായി ഞെവിടിയാണ് ഇടുന്നത്. ചിലപ്പോൾ ഞാൻ ഉള്ളി വഴറ്റി പിന്നെ തേങ്ങ ചേർക്കും, അതിന് ശേഷം കാബേജ് ഇടുക. ഇതിപ്പോൾ ഉള്ളി വഴറ്റിയിട്ട് ഞാൻ ആ
കാബേജിൻ്റെ അകത്ത് തന്നെ തേങ്ങയെല്ലാം ഞെവിടി ചേർക്കുക. വെള്ളം ഒട്ടും ചേർക്കാതെ ഇത് ഇളക്കി ഒതുക്കി ഇങ്ങ് എടുത്താൽ മതി. നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞ്. ഞാനിവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക, ഇവൻ ഇവിടെ ഇരുന്ന് കളിക്കുക. मैजिक ट्रिक है, मैजिक ट्रिक है. हाँ स्लोली खेलने का. तले इडिक्करुത്. मैजिक बॉल है. हाँ कैच कर. പോളെ ചാച്ചൻ അറിയാം. ക്യാച്ച് ചെയ്യാൻ അറിയാം അല്ലേ? Ready? Now we'll answer a question. First question for you, Grayson. What is your principal's name? Not sure. What is your principal's name? I don't know. You don't know? You revised that much? You still don't know? I am practicing a little bit English. मैं पुलिस का बोलूँगा. No. ഇപ്പൊ സമയം 8 മണിയായി. മക്കളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവന്മാർ രണ്ടുകൂടെ ഇരുന്ന് ടൈം പാസ് ചെയ്യുക. What is the uniform of the police? Policeman. You don't know. I shall ask you a GK question. What is Dolly man is our supervisor. Who is Mary man? Mary man is the principal. Who is Abraham sir? Abraham sir is the chairman. Tell the names of your teachers. My teacher's names are Shantya teacher and Sona teacher. Good job. High five. Shake it. Now I'll ask you a question. Wait, tell me a story. Tell me a story. Two beggars used to sit near the gate of a temple every day to beg for money and food. Ganpat was right and could not see. Govind was left and could not walk. Then one day they heard that rich man was holding a big feast for the beggars. Govind said, Ganpat, I will carry you on my back if you will
What is this? A city airman. Don't know English. Speak in English. What is this? What is this? Crow. Ostrich. Ostrich. Parrot. Parrot. Pigeon. Pigeon. Duck. Duck. ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ കാണണം. തീർച്ചയായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റിൽ കൂടി അറിയിക്കണേ. ഇനി ഒരു പുതിയ വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.